പുരാണ ഖില എന്ന ഒരു പഴയ കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡൽഹിയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പുരാണ ഖില. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ കോട്ടവാതിൽ. മനോഹരമായ ഒരു കോട്ടവാതിലാണിത്. ബഡ ദർവാസ എന്നാണ് ഇതിൻ്റെ പേര് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല മനോഹരമായ ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഇതങ്ങനെയാണ്, നല്ല ഭംഗിയുള്ള ഗാർഡൻസ് ആയിരിക്കും ഇരുവശങ്ങളിലും. അങ്ങനെയാണ് ഡൽഹി സിറ്റിയിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയധികം ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ അധികം വെട്ടി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. മറ്റുള്ള സ്ഥലത്ത് അത് വെട്ടി നിർത്തി പരിപാലിക്കുന്നുണ്ട്. ശാന്ത സുന്ദരമാണ് ഇവിടെ കേട്ടോ. കാര്യം ചില സ്ഥലത്ത് വെട്ടി നിർത്തിയിട്ടില്ല എന്നുള്ളൂ, പക്ഷെ എന്നാലും മെയിൻറ്റെയിൻ കുറവാണെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട്. ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലേ, ഒരു മാനസിക സുഖം ഒക്കെ നമുക്ക് ലഭിക്കും. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നിരിക്കും എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി ഇറങ്ങിപ്പോവും. ഇവിടെ ഒന്ന് മുകളിൽ നിന്ന് നോക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും. ഗംഭീര കോട്ടയാണല്ലേ. അങ്ങനെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ്. ഭയങ്കര ഭംഗിയുള്ളതാണ് ഈ പ്രദേശം. സൂര്യാസ്തമയത്തിൻ്റെ ഒരു ഫീലും കൂടി ചേർന്നപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി. നമുക്കിവിടുന്ന് പയ്യെ ഈ സൈഡിൽ എന്താ ഉള്ളത് നോക്കാം. താഴേക്കൊരു വലിയ കിടങ്ങ് പോലെയാണ്, അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇതെനിക്ക് കാണുമ്പോഴേ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ വീർസറ എന്നുള്ള പടത്തിൽ ഷാരൂഖ് ഖാൻ ഒരു സീക്വൻസ് എടുത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ളൊരു സീക്വൻസാണ്. ഏകദേശം അതുപോലെ ഇരിക്കുന്നുണ്ട് കാണാനായിട്ട്. ഭയങ്കര രസമുണ്ട്. പകുതി അടച്ചു കളഞ്ഞേക്കാണ് അവിടെ, അല്ലെങ്കിൽ അത് ഭയങ്കര ഭംഗിയായിരുന്നു അല്ലേ കാണാനായിട്ട്. ഇത് രസമല്ലേ, വെറുതെ അങ്ങ് പിടിപ്പിച്ച് വെച്ചേക്കല്ല. ആ തൂണിനെ 4 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമായിട്ട് അവിടെ മുകളിൽ കണ്ടോ, ഭയങ്കര രസമുള്ളൊരു കലാസൃഷ്ടിയാണ്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ തന്നെയാണ് എല്ലാ ഏരിയയിലും ചുറ്റിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലേക്ക് വരുമ്പോഴേ കാര്യം കുറച്ച് ചെറിയ ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ കയറാൻ പറ്റും, എങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും, എങ്ങനെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഭയങ്കര പേടിയും മടിയൊക്കെ ഉണ്ടല്ലോ. കാരണം ഇത് അറിയാത്ത സ്ഥലം, അറിയാത്ത പ്രദേശം, അങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം വളരെ സെക്യൂറും വളരെ ഇതുമാണ്. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ക്യാമറ ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില ഏരിയകളിൽ നമുക്ക് മിക്കവാറും എൻ്റെ ഹാൻഡിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റാതാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ചില ഷോട്ട്സുകൾ നമുക്ക് എടുക്കാൻ പറ്റാതെ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മാക്സിമം നന്നായിട്ടൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വിചാരം. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേനും രസമായിരിക്കും വരും തോന്നുന്നു. എനിവേ നമ്മൾ അതിൻ്റെ ഡോറുണ്ട്, നമ്മൾ കാണാത്ത ഒരു പുറമുണ്ട് ആ ഒരു കോട്ടയുടെ. നമുക്ക് അങ്ങോട്ടൊന്ന് കണ്ടോക്കാം. ഫോറിൻ കൺട്രിയിലൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി എന്ന തലസ്ഥാന നഗരിയിലാണിത്. ഒരു ഗേറ്റ് ഉണ്ട് അവിടെ. ഇതിന് അവർ പറയുന്നത് ഗേറ്റ് എന്നാണ് കേട്ടോ. ഒരാളെ കണ്ടായിരുന്നു, അപ്പോൾ പുള്ളി സെക്യൂരിറ്റി ഒരു 10 മിനിറ്റ് സംസാരിച്ചു കേട്ടി. ഇങ്ങനെയുള്ള കാണുന്ന സ്ഥലങ്ങൾക്കൊക്കെ അവർ പറഞ്ഞ ഗേറ്റ് എന്നാണ്. കാരണം വെച്ചാൽ ഒരു മിനിറ്റ്, നല്ല സൂര്യാസ്തമയം കാണുമ്പോഴേ കൈ പയ്യെ ഒന്ന് അങ്ങോട്ട് ഇതൊക്കെ ചലിക്കും. അപ്പോൾ ഈ ഗേറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗേറ്റുകൾ പല സ്ഥലത്തുണ്ടാവും, 4 അതിർത്തിയിലുണ്ടാവും. അപ്പോൾ ഈ ഗേറ്റുകൾ നമ്മൾ കണ്ടല്ലോ, ജയിലിൻ്റെ അവിടെ ഇതുപോലെ കാണാറില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഗേറ്റുകളാണ്. അതായത് ഇവിടുന്ന് ഈ ഗേറ്റുകളിൽ നിന്ന് ഇത് വാച്ച് ടവർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കാണണം, അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കാണണം. അതാണ് അതിൻ്റെ ഒരു ഫീല്. ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര രസമാണ്. ഓരോ സ്ഥലത്തെയും ഓരോ കാലഘട്ടത്തെയും കൺസ്ട്രക്ഷൻ ഓരോ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടികളും മാറും.
നല്ല മനോഹരമാണല്ലേ. നമുക്കവിടെ സൂര്യാസ്തമയത്തിൻ്റെ ഒരു ഈ ഫോർഗ്രൗണ്ടിൽ വെച്ച് നോക്കാം, ആ ഏരിയ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഈ ഏരിയയും മനസ്സിലായില്ലേ ഇപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്ത്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു സംഭവങ്ങളും അവിടെ നിന്ന് ആ ഒരു ബ്യൂട്ടിയും എല്ലാം കൂടെ ലോഹങ്ങൾ വെച്ച് കൊടുത്ത് നോക്കിയത് അങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് രസമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയ പുരാതനമായ വാട്ടർ ടാങ്കോ അങ്ങനെ എന്താ ഉണ്ട്. ഓക്കെ, ഇത് കുളിക്കടവാണ്. അടിപൊളി പണ്ടത്തെ കുളിക്കടവാണ്. കുളിക്കടവിൻ്റെ മാതൃക ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലേ. ഇത് വസ്ത്രം മാറാനുള്ള സ്ഥലം എന്താണെന്ന് തോന്നുന്നു. ഇഷ്ടി കൊണ്ടുള്ളൊരു കുളിക്കടവാണ്. നെയ്ജാരം ഇതാണ് കുളിക്കടവിൻ്റെ ഇത്. അങ്ങോട്ടേക്ക് അവർ കയറരുതെന്ന് പറഞ്ഞു. കാരണം ചിലർക്ക് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് പറയുന്നുണ്ട്. ഉരുണ്ട് വീണാൽ നമ്മളെ നോക്കേണ്ടി വരും എന്നുള്ളതായിരിക്കണം അവരുടെ കൺസേൺ. സോ മേ ബി റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമല്ല, കുറച്ച് കെയർഫുള്ളായിട്ട് പോകേണ്ട ഏരിയ ആയതുകൊണ്ട് നമ്മളെ അവരെ കെയർ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴേ മടി പിടിച്ച് പല സ്ഥലങ്ങളും ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചു. ആവശ്യമുള്ള മാത്രം ഷൂട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിൽ പെട്ടത്. ആ നിറയെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് തള്ളിക്കളയും, നഷ്ടപ്പെടുത്തി വയ്ക്കും. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കും. ഈ ആലോചിക്കുന്ന നേരത്താണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ അത് കളയണ്ടായിരുന്നല്ലേ, അത് വിടണ്ടായിരുന്നല്ലേ എന്നൊക്കെ തോന്നുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫീല് പിന്നീട് വരാതിരിക്കാൻ പല എപ്പിസോഡുകളായിട്ട് ഓരോ വിഷയത്തെ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് ഓടിച്ച് ചുമ്മാ കണ്ട് നല്ല ഷോട്ട്സ് മാത്രം പിക്ക് ചെയ്ത് ഒരു എപ്പിസോഡാക്കി അങ്ങ് വിട്ട് പോയാൽ മതി. കാരണം നിറയെ സ്ഥലങ്ങളുണ്ട്, നിറയെ കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷേ ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്നെന്നും എടുത്തു വയ്ക്കാൻ പറ്റിയ ശുഭമുഹൂർത്തങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് ലഭിക്കുകയും അത് നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യണം ഒരു സ്പേസിൽ. അപ്പോൾ ഭാവിയിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, മാനസികമായി സന്തോഷിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഓരോ ഏരിയയും വിടാതെ നമ്മൾ എടുക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ജിയോളജിക്കൽ സർവേ നടക്കുന്നതിൻ്റെ പുറത്തും മറ്റു ചില കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ താഴെ അമൂല്യങ്ങളായ ശേഖരങ്ങളുണ്ടാവും. നമുക്ക് താഴെ എന്താ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു അന്തഃപുരത്തിൻ്റെ ഫീലുണ്ട് കേട്ടോ. രാജകീയ അന്തഃപുരത്തിൻ്റെ ഒരു ഫീലുണ്ട്. അവിടെ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളോ എന്തൊക്കെയാണത് അല്ലേ, ആ റൗണ്ട് കെട്ടിയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നുന്നത്. അവിടെ എന്തൊക്കെയോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാമറയാണെന്ന് തോന്നുന്നു അല്ലേ. ഒരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് രസമായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതെനിക്ക് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആസ്വദിച്ചില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നൊന്നും ചോദിക്കാൻ വാക്കുകളില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിമിഷങ്ങളാണ് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. മിക്കവാറും ഈ പുരാന ഖില എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. കാണുക, ഇഷ്ടപ്പെട്ടാൽ അറിയാത്തവർക്ക് പങ്കുവയ്ക്കുക. പുതിയ എപ്പിസോഡുകളുമായി പുതിയ പുതിയ സ്ഥലത്ത് നിന്നും നമ്മൾ വരും. ഇപ്പോൾ നമ്മളിവിടെ നിന്നൊരു സൈൻ ഓഫ് ചെയ്യുന്നു. ആദ്യം ഒന്ന് ചുറ്റും കണ്ടുകൊണ്ട് കാണിച്ചുകൊണ്ട് അത് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ബൈ.